അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. യുഗാന്ത്യ നാളുകളിലെ ക്ലേശകരമായ സമയങ്ങളിൽ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭുവായി വിശുദ്ധ മിഖായേലിന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തെപ്പറ്റിയാണ് BC 500-കളിൽ ദാനിയേൽ പ്രവാചകനിലൂടെ കർത്താവ് ദൈവജനത്തെ അറിയിച്ചത്. വീണ്ടും AD ആദ്യ നൂറ്റാണ്ടിൽ വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപ്പാടിൽ സർപ്പത്തെയും അവന്റെ ദൂതന്മാരെയും ഒരു ഘോരയുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന വിശുദ്ധ മിഖായേലിന്റെ നേതൃത്വത്തിലുള്ള ദൂതഗണത്തെപ്പറ്റിയും പ്രവചനം ഉണ്ട്. 1884 ഒക്ടോബർ 13-ന് ദിവ്യബലിക്ക് ശേഷം ലയോ 13-ാമൻ പാപ്പയ്ക്കുണ്ടായ ഒരു ഭയാനക ദർശനം ഇതുവരെ പറഞ്ഞ പ്രവചന സന്ദേശങ്ങൾക്ക് നമ്മുടെ കാലങ്ങളിലുള്ള പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ്. പിശാചുക്കളുടെ സൈന്യങ്ങൾ സഭയെ ആക്രമിച്ച് തകർക്കുമെന്ന് കർത്താവിനെ പിശാച് വെല്ലുവിളിക്കുന്ന സംഭാഷണത്തിന്റെ ഒരു ഭയാനകമായ ദർശനം താൻ കണ്ടതായി ലയോ 13-ാം പാപ്പ വെളിപ്പെടുത്തി. പിന്നീട് വിശുദ്ധ മിഖായേൽ സഭയെ പ്രതിരോധിക്കാൻ നിർണായകമായി ഇടപെടുന്നത് പാപ്പ കണ്ടു. ഇതേ തുടർന്ന് ലയോ 13-ാം പാപ്പ രചിച്ച പ്രാർത്ഥനയായിരുന്നു മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന.